എടിയേ, നീ നിന്റെ അച്ഛനോടെ പുതിയ കാറ് ബുക്ക് ചെയ്തോളാൻ പറ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അമ്മയുടെ ആ കാറ് നിങ്ങളുടെ പേരിലാക്കിത്ത. അപ്പൊ ഞാൻ എന്റെ അച്ഛനെ വിളിച്ചു പറയാന്ന്. പിന്നെന്നാ? എടി, അമ്മ കാറ് എന്റെ പേരിൽ എഴുതരാൻ സമ്മതിച്ചു. പറ്റിക്കാൻ നിക്കല്ലേ? ഞാനെന്തിനാ നിന്നെ പറ്റിക്കുന്നത്? ആ വണ്ടി എന്റെ പേരിൽ എഴുതരാൻ സമ്മതിച്ചെന്നേ അമ്മ. എന്തേ ഇനി എന്റെ പേരെല്ലാം മാറ്റി അതിന്റെ ബുക്കും പേപ്പറും എല്ലാം കൊണ്ട് താങ്കളുടെ കൺമുന്നിൽ കൊണ്ട് പ്രദർശിപ്പിച്ചാല് വിശ്വസിക്കുന്നുണ്ടോ? ആ എന്നാ അതെല്ലാം മേടിച്ചിട്ടു. അത് ഒറിജിനൽ നോക്കണം. ഒറിജിനൽ എടി, അതിന് വിവരം മതി. ആ മൊബൈൽ എടുത്തിട്ടേ ഇങ്ങനെ സൈറ്റ് അടിച്ച് നോക്കിയാൽ മതി. വാഹൻ അതിനകത്തറിയാം പേര് മാറിയതൊക്കെ. എനിക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് മാറണമെങ്കിൽ വിവരം ബോധമൊക്കെ വേണമല്ലോ. അതൊന്നും ഇല്ലല്ലോ. അല്ലേ, തമാശ എന്നാലും ഏത് വണ്ടി എടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓട്ടോമാറ്റിക് എടുക്കുക അല്ലേ? ഒരു കാലും കൈയും അനങ്ങേണ്ടി വരില്ല. ഈ കൈയും കാലും മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ വലതുവശം മാത്രം. ഇടതുവശം നമുക്ക് റെസ്റ്റ് ചെയ്യാം. തോളെ കൈയൊക്കെ ഇട്ട്. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട്? അമ്മായിച്ചിന്റെ ചെലവിൽ ഞാനൊന്ന് വിലസും അല്ലേ? വിലസണം. കാലം കലാതരാ. അവള് വരുന്നുണ്ട്. ഇതൊന്നും അവളോട് എഴുന്നള്ളിക്കാൻ നിൽക്കരുത് കേട്ടോ. ചേട്ടനുണ്ടായിരുന്നാ? പിന്നെ ഞാനിവിടെ നിൽപ്പില്ലേ? രണ്ടുപേരോടും കൂടി കാര്യം പറയാണ്ട്. എന്താണ് കാര്യം? ചേച്ചി, ചേട്ടാ, നിങ്ങളുടെ രണ്ട് പെൺമക്കളില്ലേ? അവർ രണ്ടുപേരും ഒരു രക്ഷയില്ലാട്ടാ. സ്റ്റോപ്പ്. ഈ നെക്കടിക്കുന്ന പരിപാടിയും കൊണ്ട് ഇറങ്ങല്ലേ. എനിക്കത് കേൾക്കാൻ നേരമില്ല. അത് നിങ്ങൾ തമ്മിൽ അയക്കും. ബൈ ബൈ. അയക്കും. പോട്ട്. ചേച്ചി, ചേച്ചിയുടെ രണ്ട് പെൺമക്കളില്ലേ? അവര് തമ്മിലേ ഒരു രക്ഷയില്ലാട്ടോ. എന്റെ മക്കളെ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരാൻ നീ എന്റെ അടുത്ത് വരാൻ നിൽക്കണ്ട. ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം തന്നെയാണ് പ്രശ്നം. ഏത് സർട്ടിഫിക്കറ്റ്? ചേച്ചിയുടെ ഇളയ മോള് പറയുന്നതേ കൂട്ടത്തിൽ അവളെ പഠിപ്പിക്കാനാണ് ഏറ്റവും കുറച്ച് കാശ് ചെലവാക്കിയിട്ടുള്ളൂ എന്നാണ്. അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തോണ്ടല്ലേ? പഠിപ്പിക്കാത്തോണ്ടല്ല അവളുടെ പ്രശ്നം. അതല്ല അവളുടെ പ്രശ്നം. ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ ചെലവാക്കിയ കാശ് അത് ഇത്തിരി കൂടുതലാണ്. ആ കണക്കാണ് അവളുടെ പ്രശ്നം. ഓ, ആ കണക്ക്. നീ എന്റെ മക്കളെ സ്വത്തിന്റെ കണക്ക് നോക്കി നടക്കാതെ നിന്റെ സ്വത്തിന്റെ കണക്ക് അങ്ങ് പോയി നോക്ക്. എന്റെ സ്വത്തിന് എന്ത് പ്രശ്നം? ഞങ്ങളത് രണ്ടുപേരല്ലേ ഉള്ളൂ. അല്ല, ഈ മുറ്റത്തുള്ള കാറ് നിനക്കും കൂടി അവകാശമുള്ളതല്ലേ? അതെന്റെ അച്ഛന്റെ കാറ്. അച്ഛന്റെ കാറ് എനിക്കും അവകാശപ്പെട്ടതാണ്. ആ, അത് നിന്റെ ചേട്ടന്റെ പേരിലേക്ക് മാറ്റാൻ പോവാ. അതിന് അമ്മ സമ്മതിക്കണ്ടേ? നിന്റെ അമ്മ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ കാറ് നിന്റെ ചേട്ടന്റെ പേരിൽ മാറ്റിക്കഴിഞ്ഞ നിന്നെയും നിന്റെ അമ്മയും ആ കാറൊന്ന് തൊട്ട് നോക്കാൻ പോലും സമ്മതിക്കത്തില്ല. ആ കാറിന് എനിക്കും അവകാശമുണ്ട്. ഇതെന്ത് ന്യായം? അത് ഇവിടെ വന്നിട്ട് വെറുതെ തുള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. പോയിട്ട് നിന്റെ അമ്മയോട് ചോദിക്കും. ആ, ഞാൻ ചോദിക്കും അമ്മയോട്. എന്റെ അവകാശം ഞാൻ പിടിച്ചു വാങ്ങും. ആ, ചോദിക്കും പോയിട്ട്. അന്യായം ഞാൻ എതിർക്കും ഞാൻ. അവളെ എന്റെ മക്കള് സ്വഭാവ സർട്ടിഫിക്കറ്റ് പറയാൻ പതിന്. അല്ല, നിങ്ങൾ എങ്ങനെ അറിഞ്ഞ കാർ കൊടുക്കാൻ പോണ കാര്യം? അപ്പൊ ഞാൻ ഈ വീട്ടിലല്ലേ? എന്നാലത് ശരിയല്ലല്ലോ. നിങ്ങൾ അറിഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. ഞാനാണ് മോള്. എനിക്ക് അവകാശമുണ്ട്. ഇതെന്താ ചതിന്റെ ഇവിടെ? അപ്പൊ അതന്നെയല്ലേ ഇപ്പൊ ഇത്ര നേരം മലയാളത്തിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞത്. പിന്നെ ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞ. എന്നോട് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്താണ്? മണ്ടയില്ലേ? ആലോചിച്ച് നോക്ക്. ചിലപ്പോ എനിക്ക് നിന്നോട് കുറച്ച് സ്നേഹം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും. ചോദിക്കാല്ലേ? നല്ലത് ശരിയല്ലേ ചേച്ചി? ചോദിച്ചിട്ട് വാ. ചേച്ചിന്റെ പക്ഷത്താവുന്ന മനസ്സിലാക്കണം. എനിക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ട് സരിത. നമ്മളൊന്നും പെണ്ണുങ്ങളല്ലേ? അതെ, അത് തന്നെ. അത് നീ മനസ്സിലാക്കണം. വിട്ടുകൊടുക്കരുത്. ഇല്ലേ ചേച്ചി ചെയ്യും. മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം. അവര് തമ്മിൽ അടികൂടാണ്ട് നോക്കണേ. മോള് ഒന്ന് ശ്രദ്ധിക്കണേ ഇടക്കിടക്ക്. ഞാനത് അത് തല്ലുടക്കാണ്ടിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞാണേ. പിള്ളേരല്ലേ, പെമ്മക്കളല്ല. എന്താണേ ആലോചിച്ചിട്ട് വരാം ഞാൻ. എന്നാലും എന്റെ അമ്മ, എന്റെ ചേട്ടൻ. അതെ, വിട്ടുകൊടുക്കരുത്. ഇല്ല. ഒരു വെടിക്ക് രണ്ട് പക്ഷി. രണ്ടും തമ്മിൽ തല്ലു കൂടുകയും ചെയ്യും. എന്റെ അച്ഛന്റെ കാശ് ലാഭം.